അപ്പോൾ നമ്മളിപ്പം എവിടെയാണ് എത്തിക്കുന്നത്? ബൾഗേറിയയിൽ വർണ്ണ സിറ്റി, വർണ്ണ ബീച്ച് അല്ലേ? വർണ്ണയിലെ ഗോൾഡൻ സാൻഡ് ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളെ ഇത്ര നാള് ഞങ്ങളെ സഹിച്ച, ഞങ്ങളെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദിയും കൂടെ പറയുന്നു. ബീച്ചിൽ ഇന്ന് ഇവിടെ ഓൾ ഡേ നമ്മള് ഇവിടെ ഉണ്ട് അല്ലേ? ബീച്ചും പിന്നെ ഇവിടുത്തെ പ്രാന്തം പ്രദേശങ്ങളുമായിട്ട് നമ്മള് നല്ല ഗാർഡൻ ഉണ്ട്, സീ ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ട്, ഓക്കെ, ഹാപ്പി റെസ്റ്റോറന്റ് ഉണ്ട്, ഓക്കെ. അത് വർണ്ണ ബീച്ചിൽ കുളിക്കും. ഇത് എന്റെ 6ാമത്തെ വിസിറ്റ് ആണ്. 6ാമത്തെ എന്റെ ഇവിടെയാണ് പഠിച്ചത്. ഓ അങ്ങനെ പുരാതന കത്തോലിക്ക കുടുംബം. പുരാതന കത്തോലിക്ക കുടുംബം പൂക്കാക്കു. ഓക്കെ, തറവാടിയാ. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ദിവസം ഞങ്ങള് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യാണ് ഇവിടെ. അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു ലൊക്കേഷൻ ഞങ്ങൾ കാണാം. നമുക്ക് ഇതാണ് ചെറിയ അവിടെ എല്ലാം. ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പ്രൈവറ്റ് ബീച്ചുകളാണ്. എല്ലാം ഓരോ ഹോട്ടൽസ് ഇതിന്റെ മുമ്പിൽ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. അത് അവരെല്ലാം റിസർവ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറിയാൽ അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഒരു ഹോട്ടലുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സ്ഥലം, ചെറിയ സ്ഥലം കിട്ടി. രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒരു തിരക്കുകളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തിരക്കാവും. അപ്പം മോർണിംഗ് ആയതുകൊണ്ട് സീസണായി വരുന്നോളും തോന്നുന്നു. നല്ല സമ്മറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. സമ്മറായി ഇപ്പം. ഇവിടെ ഇപ്പൊ എത്ര ഉണ്ടാവും ടെമ്പറേച്ചർ? ഒരു 10-20, ഇപ്പൊ ഒരു 23. ഇപ്പൊ ഇവിടെ 23 ടെമ്പറേച്ചർ ആണ് ഉള്ളത്. ഇവിടുത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഇവിടുത്തെ നാണയം എത്രയാണ്? നാണയം ലവയാണ് ഇവിടുത്തെ നാണയം അല്ലേ? അപ്പൊ ഇത് യൂറോപ്യൻ യൂണിയനാണല്ലോ ഇവിടെ. പക്ഷെ ഇവിടെ 2 ലവ കിട്ടും. അപ്പൊ ഇവർ എന്തുകൊണ്ട് പിന്നെ ഈ നമ്മുടെ എന്നാ പറയുന്നത് യൂറോ എടുക്കുന്നില്ല? ഒരു യൂറോ എടുക്കും. പക്ഷെ ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ടാക്സിക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാഷ് ഡീലിംഗ് എല്ലാം ഡീൽ ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ലവ എടുക്കുന്നത് അല്ലേ? ലവ എടുക്കുന്നത്. അപ്പൊ അവർക്ക് അത് യൂറോ അടിക്കുകയല്ല. ഇവിടെ നമ്മൾ ലവ എടുത്താൽ ചാർജുകൾ ചെയ്യല. മോൻസോയും ബാർക്ലേസ് ബാങ്കും. ഓക്കെ. 200 ലവ എടുക്കുവാണെങ്കിൽ 200 പൗണ്ടിനുള്ള ലവ എടുത്താൽ ബാങ്ക് ചാർജ് ചെയ്യല. ഓ ഐ സി. ഓക്കെ. അതൊരു നല്ല. ഇവിടെയൊക്കെ ഡീസലൊക്കെ ന്യായമായ വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു. ഡീസലിന്റെ വിലയൊന്നും നമുക്കറിയത്തില്ല. ഇതുവരെ നമ്മളിവിടെ അടിച്ചില്ല. അതുകൊണ്ട് ഡീസൽ, പെട്രോള്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തൊരു ഹാളുണ്ട്. ഒന്നിനു മുകളിലായിട്ടോ? ഗ്രൗണ്ടുണ്ട്. ഓക്കെ. അവിടെ ചെന്ന ഒത്തിരി ഫോട്ടോസിനുള്ള സ്ഥലമുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെയും പോകണം. നമുക്ക് കാര്യം ഇത് വലിയ ബീച്ചാണെങ്കിലും പക്ഷെ ഇത് ഉണ്ട് കേട്ടോ. കുറേ കിലോമീറ്റർ ഏരിയയിലുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഒതുങ്ങിയ സ്ഥലത്തേക്ക് വന്നാൽ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനടുത്ത് ഞങ്ങൾ നിൽക്കണു എന്ന് മാത്രമേ ഉള്ളൂ. വർണ്ണ ബീച്ചിൻ്റെ ബാക്ക് സൈഡ് മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു ഏതാനും ഭാഗം കൂടെ കാണിക്കുകയാണ്. നല്ല വലിയ 5-star ഹോട്ടലാണ് സൈഡിലുള്ള. സൂപ്പർ മാർക്കറ്റുണ്ട്, ഫാസ്റ്റ് ഫുഡ്, അടിപൊളി ഒരു ഹോട്ടലാണിത്. ഏത് ഹോട്ടലാണെന്നുള്ളത് നമുക്ക് ചെല്ലുമ്പോൾ അറിയാവുള്ളൂ. ഇതിങ്ങനെ നടക്കുകയാണ്. മെലിയ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നീണ്ടു കിടക്കുക ഇങ്ങനെ ഹോട്ടല്. അടിപൊളി ഹോട്ടല്. നല്ല കളർഫുള്ളാണ് ഷോപ്പ് കാണാൻ. ഓർമ്മ ഹോട്ടലിൽ ഒരു 7 കഫേ. UK വന്നിട്ട് ഇതുവരെ ഐസ്ക്രീം കഴിച്ചില്ല. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചേക്കാന്ന് വിചാരിച്ച് ഒരു ഐസ്ക്രീം പാർലർ ബീച്ച് സൈഡിൽ ഐസ്ക്രീം മേടിക്കാം. ഈ മിഷനിൽ നിന്നാണ് അവർ ഐസ്ക്രീം എടുത്ത് തരുന്നത്. ബോസ്, ഞങ്ങൾ 4 കോൺ ഐസാണ് മേടിച്ചു. ചേട്ടാ ഐസ്ക്രീം നോക്കി, ടേസ്റ്റ് നോക്കി. നൈസ്, യമ്മി. ഇവിടെ ചെറിയ ലോക്കൽ ട്രെയിനുണ്ട്. പിള്ളേരെ കൊണ്ടും വലിയവരൊക്കെ നടക്കാൻ പറ്റാത്തവർക്ക് യാത്ര ചെയ്യാം. നമുക്കതൊക്കെ കയറി ചുമ്മാ യാത്ര ചെയ്യാമായിരുന്നു. അപ്പോൾ എല്ലാം കാണുകയും ചെയ്യാം ഒറ്റയടിക്ക്. അങ്ങനെ ഞങ്ങൾ വർണ്ണ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. വർണ്ണ സിറ്റിയുടെ ഏതാനും ചില ദൃശ്യങ്ങൾ കാണിച്ചിരിക്കും. വർണ്ണ സിറ്റി, ഇതിലെ കൂടെ വഴിയാണത്. ബാക്കി ഇതിനകത്തൊന്നും വണ്ടി കയറ്റാനുള്ള അലവടല്ല. ഈ സിറ്റിക്കുള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഫേമസ് ആയ ഹാപ്പി ബാർ അല്ലെങ്കിൽ ഹാപ്പി ഗ്രിൽ എത്തിയിരിക്കുകയാണ്. ബാറ് അല്ല,
ബാറുണ്ട്, പക്ഷേ ഉച്ച സമയം ആയതുകൊണ്ട് ബാറില്ല. ലഞ്ച്, ഫേമസ് ലഞ്ചാണ് ഇവിടുത്തെ, ഫുഡാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ ചെറിയ സിറ്റി. ഹാപ്പി ഗ്രില്ലിൻ്റെ ഉൾഭാഗമാണ്. നല്ല ഭയങ്കര തിരക്കാണ് ഇവിടെ, വെയിറ്റ് ചെയ്യണം ഫുഡ് കിട്ടണമെങ്കിൽ. ഓ, ഇതൊരു ഭയങ്കര സെറ്റപ്പാണിത്, ഭയങ്കര തിരക്കാണ് ഇവിടെ. സർവീസ് എന്ന് പറയുന്നതൊക്കെ അമേസിങ് സർവീസാണ്, കാഴ്ച തന്നെ. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും ഇവിടുത്തെ ഫേമസ് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഹോട്ടലാണിത്. ഹാപ്പി ഗ്രില്ലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല സുന്ദരികൾ നമ്മളെ വാം വെൽക്കം ചെയ്യും. അതോട് അവർ നമ്മളെ കൊണ്ട് സീറ്റിൽ കൊണ്ട് ഇരുത്തും. ഇതാണ് ഇതുപോലെയൊക്കെ വന്ന് നമുക്ക് ചുറ്റിനും ഗ്രില്ല്, നല്ല സെറ്റപ്പ് ഇരിപ്പിടമാണ്. ഗ്രില്ല് നടുക്കുണ്ട്. അതുപോലെ എന്തൊക്കെയുണ്ടെന്ന് വരും കാഴ്ചകൾ കണ്ടറിയാം. അതായത് ഞങ്ങൾ അങ്ങനെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് കിട്ടിയത് നോർമൽ ഒരു സീറ്റാണ് കിട്ടിയത്. അതുപോലെ തിരക്കാണ് ഇവിടെ. ചുറ്റുമുണ്ട് ഇതിൻ്റെ സെറ്റപ്പുകളൊക്കെ ഇരിക്കാനും. പക്ഷേ ഇത്രയും ഇരിപ്പുണ്ടായിട്ടും ഇവിടെ സീറ്റില്ല. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അകത്ത് കയറാനായിട്ട്. വർണ്ണ ടൗണിൻ്റെ അവിടെ ചേർന്ന്, സിറ്റിയോട് ചേർന്ന് ഇവിടെ ഒരു ബീച്ചുണ്ട്. അതാണ് ഇവിടുത്തെ വർണ്ണ മെയിൻ ബീച്ചെന്ന് തോന്നുന്നു. ബട്ട് വർണ്ണയുടെ ബീച്ചാണ്. വർണ്ണയുടെ 35 കിലോമീറ്റർ ലോങ്ങിലാണ് ഇവിടുത്തെ ബീച്ച് കിടക്കുന്നത്. അപ്പം എന്താ ഇവിടെ ഒരു വർണ്ണ അടിപൊളിയായിട്ട് വർണ്ണ. അപ്പം ഇതാണ് സെറ്റപ്പുകൾ. നല്ല സോറി. അപ്പം ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ലോക്കൽ ബീച്ചിലെ എൻട്രൻസ്. ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ തന്നെയാണ്. ഇതിനുള്ളിൽ മുഴുവൻ ഈ ഫുഡ് കോർട്ടാണ് മുഴുവൻ. അടിപൊളി ഫുഡ് കോർട്ടുകളുടെ ഒരു ശൃംഖല തന്നെയാണ് ഇവിടെ. ഇനി ഇവിടെ നേരെ താഴത്തേക്ക് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. ആ കാണുന്നതാണ് ബീച്ച്. യെസ്, മറ്റൊരു ബീച്ചും ആ ബീച്ചിൻ്റെ പ്രാന്തപ്രദേശവുമാണ്. ഇവിടെ എല്ലാം എല്ലാ റെസ്റ്റോറൻറ്റുകളാണ് ചുറ്റിനുമുള്ളത്. എല്ലാവരും പ്രൈവറ്റായിട്ട്, ഇതെല്ലാം പ്രൈവറ്റാണെന്ന് തോന്നുന്നു, മുഴുവൻ ബീച്ച് ഉൾപ്പെടെ. അങ്ങനെ കിടക്കുകയാണ് കടൽ. ആഹാ, വണ്ടർഫുൾ. പക്ഷേ ഈ വെള്ളം അത്ര ക്ലിയർ അല്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാം കണ്ടിട്ടൊരു ബ്ലാക്ക് കളർ. അവിടെ പായലുണ്ട്. ഇഷ്ടംപോലെ പായലുണ്ട് അടിയിൽ. നമുക്കത് പോയി നോക്കാമല്ലോ. ഇത് ശരിക്കും നമ്മുടെ പായലുണ്ട് അടിയിൽ. അത് തന്നെയാണ് ആ കളർ കണ്ടത്. അടിയിൽ പായൽ കിടക്കുന്നത്. കറക്റ്റ്, ഞാൻ പറഞ്ഞ തന്നെ കറക്റ്റ്. അടി പായലുണ്ട് വെള്ളത്തിന് ഇങ്ങനെ സൈഡ് എൻഡിൽ. ആ പായൽ കിടന്നുകൊണ്ട് ഓളം പറ്റിക്കൊണ്ടിരിക്കുക. ഞാനത് കൊണ്ടുവന്ന പായല. എന്നിട്ട് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ അവിടെ ഇല്ല കേട്ടോ. ഈ ഏരിയ മാത്രമേ ഉള്ളൂ ആ കറുത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഹാപ്പി മീൽ വെരി ഹാപ്പി. വെരി ഹാപ്പിയാണ്. ഹാപ്പി വെച്ചിട്ട് വെരി ഹാപ്പി. എല്ലാം ഫേമസ് ആയ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പേര് മാത്രമേ ഉള്ളൂ. കപ്പയും മത്തി ഇവിടെ കിട്ടിയില്ല. എനിക്ക് കപ്പയും മത്തി കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഞാൻ ഇന്ന് കപ്പയും മത്തി ഉണ്ടാക്കുന്നത്. മലയാളിയുടെ മലയാളി പൊളിയാടേ. I am a village man. ആയിക്കോട്ടെ. I don't mind. I am happy to say that I am a village man. I am proud of man. You Pattanam, but I am a village man. I am proud of that. നമ്മളെ ഇന്ത്യൻസിന് അഭിമാനിക്കാവുന്ന, എപ്പോഴും നമുക്ക് ഇന്ത്യൻസിനൊരു അഭിമാനമാണ് ഗാന്ധിജി. ആ ഗാന്ധിജി എവിടെ പോയാലും ബൾഗേറിയയിൽ വന്നപ്പോഴും അവിടെയും ഗാന്ധിജി പ്രതിമ. അപ്പം ലോകത്ത് എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു.